നമസ്കാരം. ഈടില്ലാതെ എവിടുന്നെങ്കിലും പേഴ്സണൽ ലോൺ ലഭിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് നിരവധി ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. നല്ലൊരു ലോൺ കമ്പനി ഞാൻ കണ്ടെത്തുകയുണ്ടായി. ഈ ഒരു ലോൺ കമ്പനിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ 5 വർഷത്തേക്ക് 40 ലക്ഷം രൂപ നമുക്ക് പേഴ്സണൽ ലോൺ ലഭിക്കും. ഈട് കാര്യങ്ങളൊന്നും ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള ഒരുപാട് ഇൻഫർമേഷൻ ആയിട്ട് ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തിട്ട് അതിനകത്ത് ജോയിൻ ചെയ്യുക. ലോണിൻ്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. വളരെ റിസ്കി ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ലോൺ എന്ന് പറയുന്നത് തന്നെ. ആ ലോണിനകത്ത് നമ്മൾ എടുക്കാൻ പോകുന്നതിന് മുമ്പ് ഈ കമ്പനിയെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷനെ കുറിച്ച് പഠിക്കണം. യൂസേഴ്സിൻ്റെ റിവ്യൂവിനെ കുറിച്ച് പഠിക്കണം. എത്ര പെർസെൻറ്റേജ് ആണ് ഇൻട്രസ്റ്റ് റേറ്റ് കാര്യങ്ങൾ പഠിക്കണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം ലോൺ എടുക്കുക. ലോൺ നമുക്ക് തരുന്നത് തന്നെ ഒരു റിസ്ക് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഈ കമ്പനി അവരുടെ കയ്യിലുള്ള പൈസ നമുക്ക് ലോൺ തരികയാണ്. തന്നിട്ട് നമ്മളത് കറക്റ്റായിട്ട് തിരിച്ചടക്കാതിരിക്കുന്ന സമയത്ത് അവർ നമ്മളെ ഫോൺ വിളിക്കുമ്പോൾ പോലും നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഫോണിൻ്റെ പേരിൽ നമുക്ക് കേസ് കൊടുക്കാൻ നമുക്ക് പറ്റും. അവരെന്നെ ഹരാസ് ചെയ്തു ഫോൺ വിളിച്ചിട്ട് എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുന്നു. അപ്പോൾ ആ ലോൺ കൊടുക്കുന്ന ഒരാളുടെ ഒരു അവസ്ഥ കൂടി നമ്മൾ ചിന്തിക്കണം. എത്രയോ ബുദ്ധിമുട്ടാണ്. അതൊരു 12% പലിശയ്ക്ക് വേണ്ടിയിട്ടാണ് സംഭവം ചെയ്യുന്നത്. അദ്ദേഹത്തിന് വേറെ എന്തെങ്കിലും ബിസിനസ് ചെയ്തതിനേക്കാളും പൈസ ഉണ്ടാക്കാൻ പറ്റും. എന്നിട്ടും ആ റിസ്ക് ബിസിനസ് എടുത്തിട്ടാണ് അവർ ചെയ്യുന്നത് എന്നുള്ള അവരുടെ ഭാഗത്തുനിന്നും കൂടി നമ്മൾ ചിന്തിച്ചിട്ട് വേണം നമ്മൾ ലോൺ എടുക്കാൻ വേണ്ടി. അപ്പോൾ നമ്മളെപ്പോഴും നമുക്ക് ലാഭമുണ്ട്, നമുക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യമാണ്, നമുക്കൊരു പൈസ കിട്ടും. അപ്പോൾ നമ്മളത് കൃത്യമായിട്ട് തിരിച്ചടക്കണം എന്നാണ് ഞാൻ പറഞ്ഞു ഉദ്ദേശിക്കുന്നത്. കൃത്യമായിട്ട് നമ്മൾ തിരിച്ചടക്കണം. പറ്റുമെങ്കിൽ മാത്രം എടുക്കുക. 2 ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് 3,20,000 രൂപ സംതിങ് എങ്ങാനും ഞാൻ ലെൻഡിങ് കാർട്ടിന് ഞാൻ തിരിച്ചടച്ചിട്ടുണ്ട്. 2019 4 വർഷം എങ്ങനെയായിട്ട് ഓൺലൈൻ ലോൺ അന്ന് വന്ന സമയമാണ്. P2P ലോൺ അന്ന് വന്ന സമയമാണ്. ആ സമയത്താണ് ലെൻഡിങ് കാർട്ടിന് ഞാൻ ലോൺ എടുക്കുന്നത്. അപ്പോൾ ഇതെൻ്റെ അനുഭവമാണ്. ഞാൻ കൃത്യമായിട്ട് പേയ്മെൻറ്റ് അടച്ചു. ഒരു പേയ്മെൻറ്റ് ഡിലേ ആക്കിയില്ല. അവർ എനിക്ക് NOC അടക്കം എനിക്ക് തന്നു. അപ്പോൾ അത്രയും വലിയ എമൗണ്ട് ആണ്, പലിശയാണ്, കൊള്ള പലിശയാണ്. എന്നെ ഒരുപാട് തവണ ഒരു ഫോണൊക്കെ വിളിച്ച് EMI ഒരു ദിവസം പെൻഡിങ് ആയി കഴിഞ്ഞാൽ 1000 രൂപ ഒരു ഫൈൻ ഇടുമായിരുന്നു. ഫൈൻ ഇട്ടതിന് ശേഷം നമ്മൾ കൃത്യമായിട്ട് ഫൈനൊക്കെ അടച്ചിട്ട് എല്ലാം സെറ്റിൽ ചെയ്തു. എനിക്കറിയാം നമ്മൾ ഇൻ കേസ് ഇവരുടെ പേയ്മെൻറ്റ് ക്ലിയർ ആയിട്ട് അടച്ചില്ലെങ്കിൽ ഇവരെന്ത് ചെയ്യും, നമ്മളുടെ സിബിലിൽ ഇവർക്ക് പല രീതിയിൽ ഇവർ മാർക്ക് ചെയ്യും. ഡിഫോൾട്ടൊക്കെ മാർക്ക് ചെയ്ത് അത് അവിടെ നിന്ന് പോയില്ല, അവിടെ കിടക്കും ജീവിതകാലം വരെ. ഇപ്പം എൻ്റെ സിബിൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഒരു ആളുമായിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റോ ഒരു സെറ്റിൽമെൻറ്റോ ഒരു പ്രോബ്ലം ഒന്നുമില്ലാതെ കൃത്യമായിട്ട് നമ്മൾ റീപേയ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ലോൺ എടുക്കുമ്പോൾ അത് തിരിച്ചടക്കാൻ പറ്റുന്ന കപ്പാസിറ്റി ഉണ്ടെങ്കിൽ മാത്രം എടുക്കുക, അല്ലെങ്കിൽ ഒഴിവാക്കുക. എവിടുന്ന് ലോൺ തരാമെന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക. ഇനി നമുക്ക് ഈ ഒരു കമ്പനിയിലേക്ക് നമുക്ക് വിശദമായിട്ട് പോകാം. ഈ ഒരു കമ്പനിയുടെ പേര് എന്ന് പറഞ്ഞാൽ മിറൈ അസറ്റ് ഫിനാൻഷ്യൽ സർവീസസ്. അപ്പോൾ ഇവർ RBIയുടെ NBFC ലിസ്റ്റിൽ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. 623 റോ നമ്പറിൽ മിറായ് അസറ്റ് ഫിനാൻഷ്യൽ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയെ കാണാൻ പറ്റും. NBFC ആട്ടോ. അപ്പോൾ ഇതാണ് അവരുടെ കമ്പനിയാണ്. അപ്പോൾ ജെന്യൂൻ ആയിട്ടുള്ള കമ്പനിയാണ് RBIയുടെ NBFC. RBI ആണ് അംഗീകാരം കൊടുത്തിട്ടുള്ളത്. ഓക്കെ. ഇനി ലോൺ അഗെയിൻസ്റ്റ് സെക്യൂരിറ്റീസ് അൺലോക്ക് ദ പൊട്ടൻഷ്യൽ ഓഫ് യുവർ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് സെക്യൂർ ദ ഫണ്ട്സ് യു നീഡ്. പ്രൊസീജിയേഴ്സ് കാണാൻ പറ്റും, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ട് ഡൗൺലോഡ് ആപ്പ്, ഒന്നുകിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴി നമുക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് സെലക്ട് ലോൺ ആൻഡ് അപ്ലൈ, കംപ്ലീറ്റ് KYC ആൻഡ് പാൻ കാർഡ്, ആധാർ ഡീറ്റെയിൽസ്, എൻ്റർ ബാങ്ക് അക്കൗണ്ട് അഡീഷണൽ ഡീറ്റെയിൽസ് ആൻഡ് പ്ലഡ്ജ് സെക്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ പ്ലഡ്ജ് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സെറ്റപ്പ് കാര്യങ്ങൾ കൊടുക്കുക. ഇല്ലെങ്കിൽ വെരിഫൈ യുവർ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആൻഡ് റീഡ് സൈൻ ലോൺ അഗ്രിമെൻറ്റ്, യുവർ ലോൺ ഈസ് റെഡി. അത് ഇവരുടെ ഒരു സെക്യൂരിറ്റീനെ എഗെയിൻസ്റ്റ് ആയിട്ട് ലോൺ എടുക്കുന്നതാണ്. അതിൻ്റെ ഒരു വിശദമായിട്ട് വീഡിയോ അടുത്ത ദിവസം ചെയ്യാം. നമ്മൾ പേഴ്സണൽ ലോണിനെ കുറിച്ചാണ് നോക്കുന്നത്. അപ്പോൾ പേഴ്സണൽ ലോണിൻ്റെ കേസിൽ 12% പ്രാനം ഇവരെ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. ഇത് അൺസെക്യൂർഡ് ലോണാണ്. സെക്യൂർഡ് ലോണല്ല, അൺസെക്യൂർഡ്. ഇതിനകത്ത് വേറെ കൊളാട്രൽ കാര്യങ്ങളൊന്നുമില്ല. അതിവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ, നോ കൊളാട്രൽ. അപ് ടു 5 years ആണ്. അപ് ടു 40 ലക്ഷം രൂപ വരെ അവർ കൊടുക്കും. 2% മുതൽ 4% വരെ ലോണിൻ്റെ വാല്യൂ പ്ലസ് GST ആണ് അവരുടെ പ്രീപേയ്മെൻറ്റ് ചാർജസ് കാര്യങ്ങൾ. പിന്നെ ലോക്ക് ഇൻ പീരീഡ് ഉണ്ട് 6 to 12 months. ബോത്ത് ഡിജിറ്റൽ ആൻഡ് ഫിസിക്കൽ പ്രോസസ്സ് ഉണ്ട് ഇവർക്ക്. അതുപോലെ തന്നെ ഡിജിറ്റൽ പ്രോസസ്സ് ഇൻസ്റ്റൻ്റ് ആണ്. ഫിസിക്കൽ പ്രോസസ്സ് 1 മുതൽ 2 ദിവസത്തിനുള്ളിൽ നമുക്ക് ലോൺ കാര്യങ്ങൾ കിട്ടും. എന്താണ് ഈ ലോൺ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട യോഗ്യത എന്ന് പറഞ്ഞാൽ, ഒന്നുകിൽ സാലറി സ്ലിപ്പ് അല്ലെങ്കിൽ ITR. 2 പേർക്ക് ലോൺ കിട്ടുള്ളൂ. ഒന്ന് സാലറീഡ് പേഴ്സൺ അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയിഡ്. ഇനി 2 ആൾക്കാർക്ക് ലോൺ കിട്ടുള്ളൂ. എനിക്ക് സാലറിയും കിട്ടുന്നില്ല, ഞാൻ എവിടെയോ കമ്പനിയിൽ ഒരു ജോലിയാണ്, എനിക്ക് വേജ് ആഴ്ചക്ക് കൂലിയാണ് കിട്ടുന്നത്, കയ്യിലാണ് കിട്ടുന്നത് വെച്ചാൽ കിട്ടില്ല. ഒരു ഓട്ടോ തൊഴിലാളി, അദ്ദേഹത്തിന് കിട്ടുന്നത് കയ്യിലാണ്, അദ്ദേഹത്തിന് പൈസ അതിന് കിട്ടില്ല. ഒരു പെയിൻറ്റിങ് തൊഴിലാളി, അദ്ദേഹത്തിന് കയ്യിലാണ് പൈസ കിട്ടുന്നതെങ്കിൽ അത് കിട്ടില്ല. പക്ഷേ പെയിൻറ്റിങ് തൊഴിലാളി ശമ്പളത്തിന് പണിയെടുക്കുന്നവരുണ്ട്. അതായത് മന്ത്ലി സാലറി, ബർജർ പെയിൻറ്റ്സ് ഇങ്ങനെയുള്ള ഏഷ്യൻ പെയിൻറ്റ്സ് ഇങ്ങനത്തെ കമ്പനികളിലൊക്കെ പണിയെടുക്കുന്നത്. കമ്പനിയുടെ സ്റ്റാഫ് ആയിരിക്കും, അവർക്ക് അക്കൗണ്ടിലേക്കാണ് പേയ്മെൻറ്റ്, അവർക്ക് കിട്ടും. വേജ് ആയിട്ടും അല്ലെങ്കിൽ കൂലിപ്പണിക്കൊക്കെ
കിട്ടുന്ന പോലത്തെയുള്ള പൈസ നമുക്ക് കിട്ടില്ല. ആ പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് കാര്യമില്ല. കാരണം ഇത് ബാങ്ക് അക്കൗണ്ടിൽ എല്ലാ മാസവും ഒരു കമ്പനിയുടെ അക്കൗണ്ടിൽ നിന്ന് സാലറി ക്രെഡിറ്റ് ആവണം. എന്നാൽ മാത്രമേ നമുക്ക് സാലറീഡ് പേഴ്സൺ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അടുത്ത കേസിൽ ITR, സ്വന്തമായിട്ട് ബിസിനസ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ കിട്ടും. ബിസിനസ് ചെയ്യുന്നുണ്ടോ, കച്ചവടം ചെയ്യുന്നുണ്ടോ, നമുക്ക് പൈസ കിട്ടുന്നുണ്ടാവും. പക്ഷേ നമ്മൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നുണ്ടാവില്ല. ഓരോ വർഷവും നമുക്ക് ടോട്ടൽ എത്ര പൈസ വന്നു, എത്ര ചിലവായി, ബാക്കി എത്ര, എൻ്റെ ലാഭം എത്ര, ആ ലാഭം എത്രയാണ് കിട്ടിയ ആ പൈസക്ക് ബദലായിട്ട് സർക്കാരിന് ടാക്സ് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ സർക്കാരിന് ITRൻ്റെ പേപ്പേഴ്സ് കാര്യങ്ങൾ കിട്ടും. ഇൻകം ടാക്സിൻ്റെ പേപ്പേഴ്സ്, റിട്ടേൺസ് ഫയൽ ചെയ്ത് ആ പേപ്പേഴ്സ് നമ്മൾ കാണിക്കണം. അപ്പം ITR ബേസ് ചെയ്തിട്ടും ഒരാളുടെ വരുമാനം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, സാലറി ബേസ് ചെയ്തിട്ടും ഒരാളുടെ വരുമാനം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് രണ്ടിനും കമ്പനി എന്ത് ചെയ്യും, നമുക്ക് ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കുക. 6 മാസത്തെ 1 വർഷത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കുക. അപ്പോൾ ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം. നിങ്ങൾ ഈ ITR അല്ലെങ്കിൽ സാലറി സ്ലിപ്പ് അല്ലെങ്കിൽ സാലറീൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഏതെങ്കിലും ഒന്ന് കൊടുക്കണം. അപ്പോൾ ഇതും വെച്ചിട്ട് അവരെന്ത് ചെയ്യും, മൊത്തം കാൽക്കുലേറ്റ് ചെയ്യും. ഇയാൾക്ക് എത്ര വരുമാനമുണ്ട്, എത്ര ചിലവുണ്ട്, ബാക്കി എത്രയുണ്ട്, ഈ ബാക്കിയുള്ള എമൗണ്ട് EMI ആയിട്ട് അടക്കുന്നുണ്ടെങ്കിൽ എത്ര പൈസ വരെ ഇയാൾക്ക് ലോൺ കൊടുക്കാം, എല്ലാം പ്ലാൻ ചെയ്തിട്ട് അവരൊരു ഷെഡ്യൂൾ, ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ട് നമുക്ക് തരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് നമുക്ക് ലോൺ കിട്ടും. എല്ലാവരും ശ്രദ്ധിക്കുക, ഈ 2 കേസിലല്ലാത്ത വേറെ ആർക്കും ലോൺ കിട്ടില്ല. പിന്നെ മാത്രമല്ല, ഒരു 20-21 വയസ്സൊക്കെ കഴിഞ്ഞ ആൾക്കാർക്ക് ഇവർ ലോൺ ഇപ്പോൾ കൊടുക്കുന്നുള്ളൂ. എല്ലാവർക്കും ഒന്നും ലോൺ ഇങ്ങനെ എടുത്ത് കോരി കൊടുക്കുന്നില്ല. ഒരുപാട് ലോണുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചും കണ്ടിട്ടാണ് ഈ അൺസെക്യൂർഡ് ലോണുകൾ അവർ കൊടുക്കുന്നത്. കാരണം അവർക്ക് സെക്യൂരിറ്റി ഒന്നുമില്ല. നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾ തിരിച്ചിട്ട് EMI അടക്കാതെ ഫോൺ സ്വിച്ച് ഓഫ് ഒക്കെ ചെയ്ത് വെച്ച് എപ്പോഴെങ്കിലും ഫോൺ എടുത്തു കഴിഞ്ഞാൽ അവൻ എന്നെ ഹരാസ് ചെയ്യുന്ന പറഞ്ഞ് കേസ് കൊടുത്തു കഴിഞ്ഞാൽ ആ കമ്പനിക്ക് പണിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനികൾ ലോൺ കൊടുക്കുന്നത്, അൺസെക്യൂർഡ് ലോൺ കൊടുക്കുന്നത് ഇപ്പോൾ വളരെയധികം കുറഞ്ഞിട്ടുണ്ട് ഈ പ്രോബ്ലം വന്നതിന് ശേഷം. ഇത്തരത്തിൽ തട്ടിപ്പ് കമ്പനികളൊക്കെ ഉണ്ട്. അത്തരത്തിലുള്ള കമ്പനികളൊന്നും പോയി പെടരുത്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. RBIയുടെ നല്ലൊരു NBFCകളിൽ നല്ലൊരു കമ്പനിയാണ് ഈ പറഞ്ഞ മിറേ അസറ്റ് എന്ന് പറയുന്നത്. ഇവരുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള മെയിൽ ID ആണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള ടോൾ ഫ്രീ നമ്പർ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്, അഡ്രസ്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ കോൺടാക്റ്റസ് പേജ് ഉണ്ട്. ഈ പേജിനകത്ത് കയറി കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റും. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഇവരുടെ വെബ്സൈറ്റിൽ താഴെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പൂർണ്ണമായ ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും ബ്ലോഗിൽ അപ്ഡേറ്റ് ചെയ്യാം, താഴെ ലിങ്ക് കൊടുക്കാം. ബ്ലോഗിനകത്ത് കയറിയിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കൊളീഗ്സ് എല്ലാവർക്കും അയച്ചു കൊടുക്കുക. കാരണം 5 വർഷത്തേക്ക് 40 ലക്ഷം രൂപ പേഴ്സണൽ ലോൺ കിട്ടുന്ന RBI രജിസ്റ്റേർഡ് NBFC ആണ്. ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നാളെ കാണാം. ഇറ്റ്സ് മീ ഷോണി സൈനിങ് ഓഫ്. ബൈ.